So guys, welcome back to the channel. Welcome back to another video. So നമ്മുടെ ചാനലിൽ മൂന്നാമത്തെ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. And so I'm so happy for that. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ 44 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പോൾ അത് ഏകദേശം ഷൂട്ട് ചെയ്ത് 61 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ആ ഒരു സബ്സ്ക്രൈബർ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ മാസീവ് വ്യൂ. കാരണം ഞാൻ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സിന് 10 വ്യൂ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 61 സബ്സ്ക്രൈബേഴ്സിന് 100 വ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാസീവ് ഹിറ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി നോക്കുക. അപ്പോൾ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്ഔട്ടിന്റെ ടൈമിങ്ങിനെ പറ്റിയാണ്. സോ അതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതായത് എല്ലാവർക്കും കാണുമല്ലോ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാമിലെ കണ്ടന്റ് ക്രിയേഷൻ ആയാലും എന്ത് സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ തന്നെ നമ്മളെ അടിച്ച് താഴ്ത്തുന്ന ഒരു പ്രവണത ഞാൻ പലപ്പോഴായിട്ട് പല ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ആസ്പെക്റ്റിൽ ഭയങ്കര ഗുണമാണ്. കാരണം എന്നെ അങ്ങനെ അടിച്ചു താഴ്ത്ത കളിയാക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഈ ഒരു കാര്യം എനിക്കൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈമാണ് വർക്ക്ഔട്ടിന് പെർഫെക്റ്റ്. ഗൈസ്, സമയം വലിയൊരു ഫാക്ടറാണ് എന്നൊക്കെ കുറെ പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. 2 ടൈമാണ് വർക്ക്ഔട്ടിനുള്ളത്, മോർണിംഗും അതേപോലെ തന്നെ ഈവനിങ്ങും. ഈ 2 ടൈമിൽ ഏത് ടൈമിൽ പോയാലാണ് നമുക്ക് കൂടുതൽ മസിൽ മാസ് ഉണ്ടാവുക, കൂടുതൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവുക. നിങ്ങളുടെ ഉദ്ദേശം മസിൽ ബിൽഡിംഗ് ആണ് എങ്കിൽ നിങ്ങൾ ജിമ്മിലോട്ട് പോകണം. ഓക്കെ, കാരണം സമയത്തിന് ആക്ച്വലി ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം സമയം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പം നിങ്ങൾ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ടിലാണ് പ്രധാനം. വർക്കൗട്ട് ചെയ്യുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. ഡയറ്റിന്റെ വീഡിയോ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചാനലിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. മോർണിംഗിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈവനിങ്ങിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഏത് ടൈമിൽ നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്താലും നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പർ റെസ്റ്റും നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം. അപ്പോൾ മോർണിംഗിന്റെ കേസിലോട്ട് വരുമ്പോൾ മോർണിംഗിന്റെ അഡ്വാൻറ്റേജ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുതരാം. അതായത് എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വെക്കേഷൻ ടൈമിലാണ് ഞാൻ എൻ്റെ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 വെക്കേഷൻ, അതായത് ഏകദേശം മാർച്ച് ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പോയി തുടങ്ങിയത് മോർണിംഗിലാണ്. പിന്നെ ഈ സ്കൂളുകളും കാര്യങ്ങളൊക്കെ തുറന്നപ്പോൾ നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ടായി. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രാവിലത്തെ റുട്ടീൻ മാറ്റി നേരെ ഈവനിങ്ങിലോട്ടാക്കി. സോ അതിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളമായി വർക്കൗട്ട് ചെയ്യുന്നു. സോ ഇതിന്റെ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിലും അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ. എനിക്ക് എല്ലാം അറിയാം എന്നൊരു സംഭവം ഒന്നും ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന്റെ രാവിലത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം, എന്നിട്ട് ഈവനിങ്ങിലോട്ട് വരാം. അപ്പൊ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈവനിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എനർജി ലെവൽ ഇച്ചിരി ലോ ആയിരിക്കും. കാരണം നമ്മൾ രാത്രിയാണ് ലാസ്റ്റ് മീൽ എടുക്കുന്നത്. മേ ബി 10 or 10:30 ആ ഒരു റേഞ്ചിലായിരിക്കുമല്ലോ നമ്മൾ ലാസ്റ്റ് മീൽ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു 8 hours നമ്മുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആണ്. പിന്നെ അതേപോലെ തന്നെ രാവിലെ ജിമ്മിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എത്രയൊക്കെ കഴിക്കാൻ പറ്റും മാക്സിമം. കാരണം രാവിലെയാണ്, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ല. സോ പ്രോപ്പറായിട്ടൊരു പ്രീ വർക്കൗട്ട് മീല് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ മേ ബി 2 പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം വെള്ളം കുടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഡ്രോപ്പ് രാവിലെ ഉണ്ടാവും. പിന്നെ രാവിലത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലെ ആ പരിപാടി കഴിയും. പിന്നെ നമുക്ക് ഈവനിങ് നമ്മൾ ഫ്രീ ആണ്, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേറെ കുറച്ച് പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. ലൈക്ക് രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. ബട്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് യൂസ് ടു ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ എനർജി ഡ്രോപ്പിന്റെ കാര്യം യൂസ് ടു ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് തന്നെ രാവിലെ വർക്കൗട്ട് ചെയ്യണ ഒരു ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. രാവിലെ വർക്കൗട്ട് ചെയ്യുന്നതും നല്ലതാണ്. ഈവനിങ്ങിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഈവനിങ്ങിന് അതേപോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മേ ബി എനിക്ക് ഇത്രയും നാൾ പോയതിനു ശേഷം ഈവനിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പക്ഷെ അത് ഞാൻ ആക്ച്വലി എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കറക്റ്റ് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈവനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3
മീലെങ്കിലും കഴിച്ചിട്ടായിരിക്കുള്ളൂ ഈവനിങ് വർക്കൗട്ടിന് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അതിന്റെ എനർജി നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഉച്ചക്കലത്തെ ലഞ്ച്, പിന്നെ അതേപോലെ തന്നെ പ്രീ വർക്കൗട്ട് മീൽ എല്ലാവരും എടുക്കുന്നുണ്ടെന്നാണ്. ഈ പ്രീ വർക്കൗട്ട് മീൽ എടുക്കാതെ നിങ്ങൾ ഒരിക്കലും ജിമ്മിൽ പോകരുത്. അപ്പോൾ പ്രീ വർക്കൗട്ട് മീലും കൂടി കൂട്ടുമ്പോൾ 3 മീൽ കഴിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ജിമ്മിലോട്ട് പോകുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി, നല്ല രീതിക്ക് ജിമ്മിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം കിട്ടും. ഈവനിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, നമുക്ക് നല്ല രീതിക്ക് ഒരു എനർജി ഉണ്ടാവും. പിന്നെ നമുക്ക് പ്രീ വർക്കൗട്ട് ആയിട്ട് വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ രാത്രി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ, അതായത് ഈവനിങ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ വരാം, ഫുഡ് എടുക്കുക, നേരെ കടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം റെസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ മസിൽസ് റിക്കവർ ആവത്തില്ല. സോ അതുകൊണ്ട് തന്നെ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം പോകുമ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ടയേർഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പ്രീ വർക്കൗട്ട് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതായത് പ്രീ വർക്കൗട്ട് പൗഡർ നമ്മൾ എടുക്കാറുണ്ട്. അത് രാവിലെ എടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. കാരണം രാവിലെ ഓൾറെഡി നമ്മൾ ഇച്ചിരി എനർജി ലോസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ രാവിലെ പോകുന്നവർ മിക്കവരും ഒരു സ്കൂപ്പ് പ്രീ വർക്കൗട്ട് എടുത്തിട്ടാണ് പോവാറ്. സോ അതുകൊണ്ട് തന്നെ രാവിലെ എടുക്കുന്നതുകൊണ്ട് അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം രാത്രി വൈകുന്നേരം എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീപ്പിനെ അത് നല്ല രീതിക്ക് ബാധിക്കും. കാരണം ഒരു സ്കൂപ്പ് പ്രീ വർക്കൗട്ടിൽ ഏകദേശം നല്ലൊരു ബ്രാൻഡിനെ നോക്കുകയാണെങ്കിൽ തന്നെ 200 mg കഫീൻ ഉണ്ട് അതിൽ. ഓക്കെ, 200 mg ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് കറക്റ്റ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരണം. ഓക്കെ, സോ കഫീന്റെ അളവ് നോർമലി വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു കോഫി ഇട്ട് കുടിച്ചാൽ പോലും അതിനേക്കാളും നല്ല രീതിക്ക് കൂടുതലാണ് പ്രീ വർക്കൗട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇതിന്റെ ഒരു എഫക്റ്റ് കാരണം നമുക്ക് രാത്രി ഈവനിങ് പ്രീ വർക്കൗട്ട് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്ലീപ്പിനെ നല്ല രീതിക്ക് ബാധിക്കും. അതേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ മോർണിംഗ് മോശമാണെന്നല്ല, 2 സമയത്തും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും കണ്ടതുമായിട്ടും കേട്ടതുമായിട്ടുള്ള കുറച്ച് മിത്തുകളാണ്. അതിൽ ഒന്നാമത്തേതാണ്, ഞാൻ എൻ്റെ 10ാം ക്ലാസ് വെക്കേഷനാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം കളിക്കാൻ പോകണം എന്നുള്ള രീതിക്ക് രാവിലെ ജിമ്മിൽ പോയി ആ പരിപാടി അങ്ങ് തീർക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ വൈകുന്നേരങ്ങളിൽ ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് രാവിലെയുള്ള ആൾക്കാർക്ക് മസിൽ കുറവും, അതേപോലെ തന്നെ ഈവനിങ് ഉള്ള ആൾക്കാർക്ക് മസിൽ കൂടുതലും. സോ എൻ്റെ മൈൻഡിൽ സ്വാഭാവികമായിട്ടൊരു സാധനം വന്നു, രാവിലെ വർക്കൗട്ട് ചെയ്തിട്ടപ്പോൾ കാര്യമില്ല അല്ലേ എന്നൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ, ഫ്രണ്ട് സർക്കിളിൽ ജിമ്മിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവനിങ് ആണ് ശരിക്കും റിസൾട്ട്. ഞങ്ങളുടെ ആശാൻ പറഞ്ഞിട്ടുണ്ട്, ഈവനിങ് ആണ് ശരിക്കും റിസൾട്ട് ഉണ്ടാവുക. ഏറ്റവും വലിയൊരു മിത്താണത്. കാരണം നിങ്ങളിപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നല്ല, വർക്കൗട്ട് ചെയ്യേണ്ടതെന്നല്ല, വർക്കൗട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റും അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും. ഈ 2 കാര്യങ്ങൾ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് കിടന്ന് പണിയെടുത്തിട്ടും ഒരു കാര്യമില്ല, നിങ്ങളുടെ ബോഡിയിൽ ഒരു ചേഞ്ചും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈവനിങ് പോകുന്നുണ്ട്, അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. അതായത് ഞാൻ എടുക്കുന്ന പ്രോട്ടീൻ അളവിനനുസരിച്ച് എനിക്ക് റിസൾട്ട്സ് ബോഡിയിൽ കാണുന്നുണ്ട്. അല്ലാതെ നമ്മൾ കുറച്ച് പ്രോട്ടീൻ എടുത്തിട്ട് മറ്റേ സീബമ്മിനെ പോലെ ആവണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന പ്രോട്ടീൻ എനിക്ക് അത്യാവശ്യം റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ 2-3 മാസം മുമ്പ് 11 മണി എന്നുള്ളൊരു സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മിക്കവരും, അതായത് നല്ല സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ടൈം ഏകദേശം ആ ഒരു ടൈം റേഞ്ച് ആണ്. കാരണം അവർക്ക് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ക്രൗഡഡ് ആവും, ഈവനിങ് വന്നാലും ക്രൗഡഡ് ആവും. സോ അവർ കംഫർട്ട് ആയിട്ടുള്ള ഒരു സമയം അതാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ചൂസ് ചെയ്യുന്ന ഒരു ടൈം അതാണ്. ആ ഒരു ടൈമിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈമിന് ആക്ച്വലി ഇമ്പോർട്ടൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് ടൈമാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് അതിൽ പോയി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഹോം വർക്കൗട്ട് ആണെങ്കിൽ ഹോം വർക്കൗട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ജിമ്മിൽ അടുത്ത് ജിം ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. ഹോം വർക്കൗട്ടിന്റെയും അതേപോലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന്റെയും വീഡിയോ ഞാൻ വേറൊന്ന് ചെയ്തു തരാം. കാരണം കുറെ മിത്തുകൾ ഉണ്ട് അതിനെപ്പറ്റി, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. സോ നമ്മുടെ ഈ വീഡിയോ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് ഇതിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, നിങ്ങൾ സമയം ചൂസ് ചെയ്യുമ്പോൾ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വൈകുന്നേരം പറ്റത്തില്ല, കാരണം അവർ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഏകദേശം 6 മണി, 6:30, 7 മണി, പിന്നെ വന്നിട്ട് ഭയങ്കര ടയേർഡ് ആയിരിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ പോകാൻ നോക്കുക. ഇൻ കേസ് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കംഫർട്ടായിട്ട് ഏത് സമയം വരുന്നു ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഗ്രോയിങ് ചാനലാണ്. സോ എനിക്കറിയാം ഗ്രോയിങ് ഫേസിന്റെ ഡിഫിക്കൽട്ടീസ് എനിക്കറിയാം, കാരണം ഞാൻ പാരലൽ ആയിട്ട് ഒരു ചാനലും കൂടെ റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക്
ഹെൽപ്ഫുൾ ആയി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ നിൽക്കിയിട്ടുണ്ടെന്നാണെങ്കിൽ ഓൾ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ID ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ ബൈ.